സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കെ സുധാകരൻ എഴുതിയ നോവൽ മഴമുകിൽ പക്ഷി തുടരുന്നു. ജീപ്പിൽ ചാരി സിഗരറ്റ് വലിച്ചുകൊണ്ട് ഹനീഫ നിൽക്കുന്നുണ്ടായിരുന്നു. ചാക്കോച്ചൻ അയാളെ ഒന്ന് നോക്കി. മോളുവാ, നമുക്ക് ചുമ്മാ ഒന്ന് നടന്നിട്ട് വരാം, ചാക്കോച്ചൻ പറഞ്ഞു. ജാസ്മിന് പെട്ടെന്ന് കാര്യം മനസ്സിലായി. കൊച്ചുറാണിയുടെ അപ്പന് പറയാനുള്ളത് ഹനീഫ കേൾക്കാൻ പാടില്ല. ചാക്കോച്ചൻ ഏൽപ്പിച്ച ഞെട്ടലിൽ നിന്ന് അവൾ അപ്പോഴും വിമുക്തിയായിരുന്നില്ല. അപ്പച്ചൻ വാ, നമുക്ക് നടക്കാം, അവൾ പറഞ്ഞു. കൊച്ചു കാലടികൾ വെച്ച് റോഡിൻ്റെ ഓരം ചേർന്ന് ചാക്കോച്ചൻ നടന്നു. അയാളുടെ നരച്ച കണ്ണുകളിൽ പഴയ ഓർമ്മകളുടെ തിരയിളക്കം ജാസ്മിൻ കണ്ടു. അവൾ ബാഗിൽ നിന്ന് മൊബൈലെടുത്ത് കയ്യിൽ പിടിച്ചുകൊണ്ട് ഒപ്പം നടന്നു. ചാക്കോച്ചൻ പറയുന്ന ഒരു വാക്കുപോലും നഷ്ടപ്പെടാതെ റെക്കോർഡ് ചെയ്യണം. റോഡിൻ്റെ ഇടതുവശം കൊക്കയായിരുന്നു, വലതുവശം മലയും. ഇടയ്ക്ക് ഒരു കാർ മലയിറങ്ങി താഴേക്ക് ഓടിപ്പോയി. റോസമ്മ പറഞ്ഞതെല്ലാം കള്ളമാ, പച്ചക്കള്ളം. ജീപ്പിൽ നിന്ന് അല്പ അകലെയായപ്പോൾ ചാക്കോച്ചൻ സംസാരിച്ചു തുടങ്ങി. മൊബൈലിൻ്റെ റെക്കോർഡ് ബട്ടണിൽ ജാസ്മിൻ മെല്ലെ വിരലമർത്തി. ക്രിസ്റ്റി നിരപരാധിയാ. എൻ്റെ മോളെ കൊന്നത് അവനല്ല. ജാസ്മിൻ വീണ്ടും ഞെട്ടി. കൊച്ചുറാണിയുടെ അപ്പൻ എന്താണ് ഈ പറഞ്ഞത്? ക്രിസ്റ്റിയല്ല കൊച്ചുറാണിയെ കൊലപ്പെടുത്തിയതെന്നോ? എല്ലാവരും കൂടെ ആ പാവത്തിനെ പ്രതിയാക്കിയതാ. യഥാർത്ഥ കുറ്റവാളി, യഥാർത്ഥ കൊലയാളി ഇപ്പോഴും എങ്ങാണ്ട് സുഖമായിട്ട് ജീവിക്കുന്നുണ്ട്. അയാൾ പറഞ്ഞതെല്ലാം ജാസ്മിൻ്റെ മൊബൈലിൽ റെക്കോർഡ് ചെയ്തുകൊണ്ടിരുന്നു. ഞെട്ടലിൽ നിന്ന് വിമുക്തിയാകാതെ അയാളോടൊപ്പം മെല്ലെ നടന്നു. റോഡ് വക്കിൽ പേരറിയാത്ത ഒരു മരം നിൽപ്പുണ്ടായിരുന്നു. തൂക്കിയിട്ട സൂചികൾ പോലെ കടും പച്ച നിറമുള്ള ഇലകൾ. മരത്തിൻ്റെ ചുവട്ടിലേക്ക് ചെന്ന് തടിയിൽ ചാരി കിതച്ചുകൊണ്ട് ചാക്കോച്ചൻ നിന്നു. ക്രിസ്റ്റി അല്ലെങ്കിൽ പിന്നെ ആരാണ് കൊലയാളി? ജാസ്മിൻ ചോദിച്ചു. വേറൊരാളെ രക്ഷിക്കാൻ വേണ്ടിയാ ക്രിസ്റ്റി ആ കുറ്റം ഏറ്റെടുത്തേ. ആളിൻ്റെ പേര് പറഞ്ഞാൽ ഞാനത് ക്രിസ്റ്റിയോട് ചെയ്യുന്ന ചതിയാ മോളെ. അതുകൊണ്ട് ഞാൻ പറയത്തില്ല. ആ സത്യം എൻ്റെ കൂടെ മണ്ണിലൊക്കെ പോട്ടെ. എല്ലാവരും കൂടെ പാവം ക്രിസ്റ്റിയെ പ്രതിയാക്കിയെന്ന അപ്പാപ്പൻ ഇപ്പോഴെന്നോട് പറഞ്ഞത്. അപ്പാപ്പനും അതിന് കൂട്ടുനിന്നു, ഇപ്പോഴും അതിന് കൂട്ടുനിൽക്കുക. അല്ലെങ്കിൽ ഇപ്പോഴെങ്കിലും സത്യം എന്നോട് പറഞ്ഞേനെ. അയാൾ സത്യം വെളിപ്പെടുത്തുകയില്ലെന്ന് തോന്നിയപ്പോൾ ഒന്ന് പ്രകോപിപ്പിക്കാൻ വേണ്ടിയാണ് ജാസ്മിൻ അങ്ങനെ പറഞ്ഞത്. അത് ഫലിച്ചു. ചാക്കോച്ചൻ അവളുടെ മുഖത്തേക്ക് തുറച്ചു നോക്കി. ഞാനും കൂട്ടുനിന്നു, ശരിയാ. പക്ഷേ അതെൻ്റെ നിവർത്തികേട് കൊണ്ടായിരുന്നു. റോസമ്മ നിർബന്ധിച്ചു. അതുകൊണ്ടാ ഞങ്ങൾക്ക് ഈ 2 ഏക്കർ പറമ്പും ഈ വീടും കിട്ടിയേ. പക്ഷെ അതോടെ എൻ്റെ മനസ്സമാധാനവും പോയി കിട്ടി. ചാക്കോച്ചൻ താഴ്വാരത്തിലേക്ക് നോക്കി ഒരു നിമിഷം നിന്നു. താഴ്വാരത്തിൽ കുറേ വീടുകൾ ഉണ്ടായിരുന്നു. എങ്ങനെ ഈ വീടും പറമ്പും കിട്ടിയേ? അവൾ ചോദിച്ചു. ക്രിസ്റ്റിയുടെ അപ്പനാ മോളെ കാശ് തന്നത്. അതുകൊണ്ട് പറമ്പും മേടിച്ചു, വീടും വെച്ചു. തോട്ടത്തിലെ കൂലിപ്പണിക്കാരനായ എനിക്കിതൊന്നും സ്വപ്നം കാണാൻ പോലും ഒക്കാത്ത കാര്യമാ മോളെ. ചാക്കോച്ചൻ കണ്ണുകളടച്ച് ഒരു നിമിഷം നിന്നു. ക്രിസ്റ്റിയുടെ അപ്പൻ എന്തിനാ അപ്പാപ്പന് ഇത്രയേറെ കാശ് തന്നത്? അവൾ ചോദിച്ചു. മൂത്ത മോൻ്റെ പേര് പോലീസിനോട് പറയാതിരിക്കാൻ. ജാസ്മിൻ ഒന്ന് പകച്ചു. മൂത്ത മോനോ? അതാരാ? ക്രിസ്റ്റിക്കൊരു ചേട്ടനുണ്ട്, ബോബി. അവനാ എൻ്റെ കൊച്ചുറാണിയെ കൊന്നത്. അവൾ സ്തംഭിച്ചു നിന്നു. ക്രിസ്റ്റിയല്ല, ബോബിയാണ്, ബോബിച്ചായൻ. ജാസ്മിന് ശബ്ദിക്കാൻ കഴിഞ്ഞില്ല. റോസമ്മയ്ക്ക് അതറിയാം. 17-ാം നമ്പറിലെ കത്രീനയ്ക്കും അതറിയാമായിരുന്നു. അവളത് മിണ്ടാതിരിക്കാൻ അവൾക്കും കിട്ടി ഇഷ്ടം പോലെ കാശ്. ജാസ്മിൻ്റെ തൊണ്ട വരണ്ടു. അവൾ ബാഗ് തുറന്നു നോക്കി. ഇല്ല, വെള്ളക്കുപ്പി എടുത്തിട്ടില്ല. മൂത്ത മോനെ രക്ഷിക്കാൻ വേണ്ടി ഇളയ മോനെ അപ്പൻ ബലി കൊടുത്തോ? ഇല്ല, ഞാനിത് വിശ്വസിക്കത്തില്ല അപ്പാപ്പ. സത്യം അറിയാൻ വേണ്ടി അവൾ പറഞ്ഞു. വിശ്വസിക്കാൻ പ്രയാസമുള്ള കാര്യങ്ങളാ മോളെ അന്ന് സംഭവിച്ചേ. അനിയൻ കൊച്ചിനെ കയ്യാമം വെച്ച് തോട്ടത്തിൽ തെളിവെടുപ്പിന് കൊണ്ടുവന്നതൊക്കെ ഇന്നലത്തെ പോലെ ഇപ്പോഴും എൻ്റെ കണ്ണിൽ കാണാൻ പറ്റുന്നുണ്ട്. ആ ക്രിസ്മസിന് ചേട്ടനും അനിയനും കൂടി ഫാം സൂപ്രണ്ട് 99 സാറിൻ്റെ വീട്ടിൽ വന്നേ. സാറിൻ്റെ ഭാര്യയുടെ അനിയത്തിയുടെ മക്കളായിരുന്നു 2 പേരും. 99 സാറിന് മക്കളില്ലാത്തതുകൊണ്ട് 2 പേരെയും സാറിന് വലിയ ഇഷ്ടമായിരുന്നു. റോസമ്മയ്ക്കും അവരെ ഇഷ്ടമായിരുന്നു. അവൾ 99 സാറിൻ്റെ വീട്ടിൽ പണിക്ക് പോകുമായിരുന്നു. ബോബി അന്ന് സെമിനാരിയിൽ അച്ചപ്പട്ടത്തിന് പഠിക്കുമായിരുന്നു. അവന് കൊച്ചുറാണിയിൽ ഒരു കണ്ണുണ്ടായിരുന്നെന്ന് ഞങ്ങൾ ആരും അറിഞ്ഞതേയില്ല. ഒരുച്ചയ്ക്ക് ഓറഞ്ച് തോട്ടത്തിൽ വെച്ച് അടുത്തെങ്ങും ആരുമില്ലാതിരുന്ന നേരത്താ മോളെ അവൻ അവളെ തോട്ടത്തിലെ കുളക്കരയിൽ വെച്ചായിരുന്നു. എല്ലാം കഴിഞ്ഞ് അവൻ കുളത്തിൽ നിന്ന് കയറി വരുന്നത് 17-ാം നമ്പർ ക്വാർട്ടേഴ്സിലെ കത്രീന കണ്ടു.
അവൾക്ക് സംശയം തോന്നിയിട്ട് കുളത്തിൽ പോയി നോക്കിയപ്പോഴാ ദേഹത്ത് തുണി പോലുമില്ലാതെ എൻ്റെ മോൾ ചത്തുമലച്ച്. അവൾ കൂവി വിളിച്ചു. ആളുകളെ വരുത്തി. തോട്ടം ആശുപത്രിയിലെ നേഴ്സ് അന്നമ്മ സിസ്റ്റർ വന്ന് പരിശോധിച്ചപ്പം മരിച്ചെന്ന് മനസ്സിലായി. അവിടുന്ന് ശവം മാറ്റാൻ ആളുകൾ സമ്മതിച്ചില്ല. പിന്നെ പോലീസ് വന്നാണ്. ചേട്ടനെയും അനിയനെയും അപ്പോൾ തന്നെ നൈനൻ സാർ അവിടുന്ന് മാറ്റിക്കളഞ്ഞു. അവർ പുല്ലാട്ടിനാ പോയത്. വിവരം അറിഞ്ഞപ്പോൾ തന്നെ അവരുടെ അപ്പൻ ബോബിയെ സെമിനാരിയിലേക്ക് പറഞ്ഞുവിട്ടു. കത്രീനയിൽ നിന്ന് മൊഴിയെടുത്ത പോലീസ് നേരെ പുല്ലാട്ട് പോയി. ബോബിയെ അന്വേഷിച്ചാ പോയേ. പക്ഷെ അവിടെ ചെന്നപ്പോഴേക്ക് എല്ലാം തകിടം മറിഞ്ഞു. ക്രിസ്റ്റി കുറ്റമേറ്റു. സൽസ്വഭാവിയായിരുന്നു ക്രിസ്റ്റി. എന്തിനാ അവൻ ചേട്ടൻ്റെ പാപം ഏറ്റെടുത്തതെന്ന് എനിക്കറിയത്തില്ല മോളെ. പലരും പല കാരണവും പറഞ്ഞു. അച്ചപ്പട്ടത്തിന് പഠിക്കുന്ന ബോബിയെ ബലാത്സംഗത്തിനും കൊലപാതകത്തിനും അരമനയിൽ ചെന്ന് അറസ്റ്റ് ചെയ്താൽ അത് സഭയ്ക്ക് ക്ഷീണമല്ലയോ? അതുകൊണ്ട് സഭ ഇടപെട്ട് അവനെ രക്ഷിച്ചതാണെന്ന ഒരു കൂട്ടർ പറഞ്ഞത്. അതിൻ്റെ സത്യമൊന്നും എനിക്കറിയത്തില്ല മോളെ. പക്ഷേ പോലീസിന് കൊടുത്ത മൊഴി കത്രീന കോടതിയിൽ മാറ്റി പറഞ്ഞു. കുളത്തിൽ നിന്ന് കയറി വന്നത് ക്രിസ്റ്റിയാണെന്ന് വക്കീൽ ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു. കോടതിക്ക് സംശയം തോന്നിയിട്ട് തിരിച്ചും മറിച്ചും ചോദിച്ചെങ്കിലും അവൾ അതിൽ ഉറച്ചു നിന്നു. അതിനുശേഷം കത്രീനയുടെ മോൻ വന്ന് കാർ മേടിച്ച് ടാക്സി ഓടിക്കാൻ തുടങ്ങി. കാർ മേടിക്കാനുള്ള ത്രാണിയൊന്നും കത്രീനയ്ക്കില്ലെന്ന് നാട്ടുകാർക്കെല്ലാവർക്കും അറിയാമായിരുന്നു. ക്രിസ്റ്റിയെ ജീവപര്യന്തത്തിന് ശിക്ഷിച്ചു. കഴിഞ്ഞപ്പം ഒരു ദിവസം നൈനൻ സാറും ക്രിസ്റ്റിയുടെ അപ്പനും കൂടെ എൻ്റെ ക്വാർട്ടേഴ്സിൽ വന്നു. കൊച്ചുറാണി ഞങ്ങളുടെ ഒറ്റ മോളായിരുന്നു. മോൻ ചെയ്ത അപരാധത്തിന് അവൻ്റെ അപ്പം ഞങ്ങളോട് ക്ഷമ ചോദിച്ചു. ഒരു ബാഗ് റോസമ്മയെ ഏൽപ്പിച്ചിട്ടാ അന്നവർ പോയി. നഷ്ടപരിഹാരമാണെന്നാ അവൻ്റെ അപ്പൻ പറഞ്ഞേ. അവർ പോയി കഴിഞ്ഞപ്പോൾ റോസമ്മ ആ ബാഗ് തുറന്നു നോക്കി. 100ൻ്റെ നോട്ടുകെട്ടുകളായിരുന്നു അത് നിറയെ. ആ പണം കൈപ്പറ്റാൻ എൻ്റെ അഭിമാനം സമ്മതിച്ചില്ല മോളെ. ഒരുപാട് ആലോചിച്ച ശേഷം ഞാനത് തിരിച്ചു കൊടുക്കാൻ വേണ്ടി പുല്ലാട്ടിന് വണ്ടി കയറി. റോസമ്മ അതിന് എതിരായിരുന്നു. അത് വകവയ്ക്കാതെയാ ഞാൻ പോയേ. പക്ഷേ അവിടെ ചെന്നപ്പോഴാ അറിയുന്നേ അവർ കുടുംബവും ഏക്കർ കണക്കിന് വസ്തുവും വിറ്റിട്ട് നാട് വിട്ടു പോയെന്ന്. ആ പണം കൊണ്ടാ പിന്നെ ഞങ്ങൾ ഇവിടെ 3 ഏക്കർ സ്ഥലം മേടിച്ച് ഇവിടെ വീട് വെച്ചത്. പക്ഷേ ആർക്ക് വേണ്ടിയിട്ടാ? ഞങ്ങളുടെ കാലം കഴിഞ്ഞാൽ അനുഭവിക്കാൻ ആരാ ഉള്ളത്? ജയിലിൽ ചെന്ന് ആ കൊച്ചിനെ ഒന്ന് കാണണമെന്ന് പലവട്ടം ഞാൻ ആശിച്ചതാ. പക്ഷേ റോസമ്മ എന്നെ വിട്ടില്ല. ജയിലിൽ ചെന്ന് ഞാൻ വല്ല ബോധക്കേടും വിളിച്ചു പറയുന്നായിരുന്നു അവളുടെ പേടി. അത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്ക് ചാക്കോച്ചൻ കിതച്ചുപോയി. ശ്വാസം കിട്ടാൻ വേണ്ടി അയാൾ അല്പനേരം നിശബ്ദനായി നിന്നു. ഈ സത്യങ്ങളൊക്കെ അപ്പാപ്പൻ മുമ്പ് ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ജാസ്മിൻ ചോദിച്ചു. പലർക്കും അറിയാം മോളെ. പക്ഷേ കോടതിക്ക് വേണ്ടത് തെളിവുകളും സാക്ഷിമൊഴികളുമല്ലയോ? ഒരാൾ കുറ്റം സ്വയം ഏറ്റുപറഞ്ഞാൽ പിന്നെ അതും വേണമെന്നില്ലല്ലോ. ശരിയാണ്. കുറ്റം ഏറ്റുപറഞ്ഞ് ഒരാൾ കീഴടങ്ങാൻ വന്നാൽ പിന്നെ വേറൊരു പ്രതിക്ക് വേണ്ടി പോലീസ് എന്തിനു കഷ്ടപ്പെടണം? പക്ഷേ എന്തിന് സ്വന്തം ജീവിതം ക്രിസ്റ്റി ചേട്ടന് വേണ്ടി ബലിയർപ്പിച്ചു? ഉത്തരം കിട്ടാത്ത ചോദ്യമാണത്. അതിൻ്റെ ഉത്തരം ഒരാളിൻ്റെ കയ്യിലുണ്ട് താനും. ക്രിസ്റ്റി മനസ്സ് തുറന്നാലേ പറ്റൂ. ഈ കത്രീന എവിടെയാണ് താമസിക്കുന്നത്? ജാസ്മിൻ ചോദിച്ചു. അവളെ ചെന്ന് കാണാനാണോ? അതെ. എന്നാൽ ഇനി അവളെ കാണാൻ പറ്റത്തില്ല മോളെ. 4 കൊല്ലം മുമ്പ് അവൾ മഞ്ഞപ്പിത്തം വന്ന് മരിച്ചു. ഞാൻ അവളുടെ ശവം കാണാൻ പോലും പോയില്ല. അത്രയ്ക്ക് വെറുപ്പായിരുന്നു അവളോട്. അവരുടെ വീട്ടിൽ വേറെ ആരും ഉണ്ടിപ്പോൾ? കാറ് മേടിച്ച് 1 കൊല്ലം കഴിയും മുമ്പേ വണ്ടി കൊക്കയിലേക്ക് മറിഞ്ഞ് അവളുടെ മോൻ അപ്പം തന്നെ മരിച്ചു. ദൈവത്തിന് നിരക്കാത്തത് ആരും ചെയ്യരുത് മോളെ. അർഹതയില്ലാതെ കിട്ടുന്ന സ്വത്ത് അനുഭവിക്കാൻ ഇടവരുത്തത്തില്ല ദൈവം. മനസ്സിൻ്റെ ഭാരം കൂടുകയാണോ കുറയുകയാണോ ചെയ്തതെന്ന് ജാസ്മിന് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. ക്രിസ്റ്റി നിരപരാധിയാണ്. ആ അറിവിൽ മനസ്സൊരു പൂമ്പാറ്റയെ പോലെ പറക്കേണ്ടതാണ്. പക്ഷെ ജനിച്ചേച്ചിയോടൊപ്പം ജീവിക്കുന്നത് ഒരു കൊലപാതകിയാണെന്ന അറിവ് ഹൃദയത്തെ ഞെരുക്കിക്കളയുന്നു. ഇനി എന്താണ് കൂടുതലായി അറിയാനുള്ളത്? മോൾക്ക് പോകാൻ തിടുക്കമുണ്ടല്ലയോ? അവളുടെ മുഖം കണ്ട് ചാക്കോച്ചൻ ചോദിച്ചു. ഇല്ല. സംസാരിച്ച അപ്പാപ്പൻ ഒരുപാട് ക്ഷീണിച്ചു. മനസ്സിൽ കെട്ടിനിന്ന കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ നല്ല ആശ്വാസം. ഇതൊക്കെ പറയാൻ പറ്റിയ ഒരാളെ ഞാൻ കാത്തിരിക്കുമ്പോഴാണ് മോൾ വന്നത്. ഇനി പോയിക്കോ. പക്ഷേ ആരോടും ഇക്കാര്യം പറയല്ലേ. എല്ലാം പണ്ട് കുഴിച്ചു മൂടിയതാണല്ലോ. ചാക്കോച്ചൻ മരത്തിൻ്റെ ചുവട്ടിൽ നിന്ന് മെല്ലെ റോഡിലേക്ക് ഇറങ്ങി നടന്നുപോയി. വേച്ചു പോകുന്ന ആ വൃദ്ധനെ നോക്കി ജാസ്മിൻ ഒരു നിമിഷം നിന്നു. പിന്നെ ജീപ്പിൻ്റെ അടുത്തേക്ക് ചെന്നു. ഡ്രൈവർ ഹനീഫ അപ്പോൾ ആരോടോ രസത്തോടെ സംസാരിച്ചു കൊണ്ട് നിൽക്കുകയായിരുന്നു.
ശരി, ഞാൻ പിന്നെ വിളിക്കാം. അവൾ ചെല്ലുന്നത് കണ്ട് അയാൾ പെട്ടെന്ന് സംസാരം അവസാനിപ്പിച്ചു. കഴിഞ്ഞോ? അയാൾ ചോദിച്ചു. കഴിഞ്ഞു, നമുക്ക് പോകാം, അവൾ പറഞ്ഞു. ജാസ്മിൻ ജീപ്പിൽ കയറിയിരുന്നു. ചാക്കോച്ചൻ പടികൾ കയറി വീട്ടിലേക്ക് പോകുന്നത് അവൾ കണ്ടു. അറിയേണ്ട കാര്യങ്ങൾ അറിയാൻ പറ്റിയോ? ജീപ്പ് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് ഹനീഫ ചോദിച്ചു. അറിയേണ്ടതിനേക്കാൾ കൂടുതൽ അറിഞ്ഞു. പിന്നെന്താ മുഖത്തൊരു സന്തോഷമില്ലാത്തെ? അവൾ ഒന്ന് ചിരിച്ചു. അതൊരു വാടിയ ചിരിയായിരുന്നു. ജീപ്പ് നല്ല വേഗത്തിൽ ഓടി. ചിന്തയിലും മുഴുകി അവൾ ഇരുന്നു. ജീവിതത്തിലെ ഏറ്റവും നല്ല കാലമാണ് യുവത്വം. ആരോഗ്യത്തിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും സ്വപ്നങ്ങളുടെയും കാലം. അതൊക്കെയാണ് ക്രിസ്റ്റി അറിഞ്ഞുകൊണ്ട് ഉപേക്ഷിച്ചത്. മാത്രമല്ല ഏറ്റവും ഹീനമായ 2 പദവികൾ സ്വയം ഏറ്റെടുക്കുകയും ചെയ്തു. റേപ്പിസ്റ്റിൻ്റെ മലയാള വാക്ക് എന്താണ്? ബലാത്സംഗ വീരൻ എന്നാണോ? കൂടാതെ കൊലപാതകിയും. അത്ര വിശാല മനസ്കനാണോ ക്രിസ്റ്റി? അത്രയ്ക്ക് ദയയും കാരുണ്യവും നിറഞ്ഞതാണോ അവൻ്റെ ഹൃദയം? അതോ ലോകത്തിലെ 1-ാം നമ്പർ വിഡ്ഢിയോ? എന്തേലും കഴിച്ചിട്ട് പോയാൽ പോരായോ? നെന്മാറയിലെത്തിയപ്പോൾ ഹനീഫ ചോദിച്ചു. ജാസ്മിൻ വാച്ച് നോക്കി. മണി 2:30. അവൾക്ക് വിശപ്പോ ദാഹമോ ഒന്നും തോന്നിയില്ല. മനസ്സും മാത്രമല്ല ശരീരവും മരവിച്ചു പോയിരുന്നു. കഴിക്കാൻ ഹനീഫ. എങ്കിലും അവൾ പറഞ്ഞു. ശരീരം നേരാവണ്ണം പ്രവർത്തിക്കാൻ ഊർജമില്ലാതെ പറ്റില്ലല്ലോ. അവർ ഒരു ഹോട്ടലിൽ കയറി ഊണ് കഴിച്ചു. നെന്മാറയിൽ നിന്ന് ഹനീഫ അവളെ പാലക്കാട് ബസ്സിൽ കയറ്റിവിട്ടു. ഇന്നിനി വട്ടവടയിലേക്ക് പോകാൻ പറ്റില്ല. ആലുവയിൽ ചെല്ലുമ്പോൾ തന്നെ സന്ധ്യ കഴിയും. ഇവിടുന്ന് മൂന്നാറിലേക്ക് ബസ് കിട്ടണമെന്നില്ല. ഇന്ന് തൃശ്ശൂരിൽ ചെന്ന് റുക്സാനിയുടെ വീട്ടിൽ അന്തി ഉറങ്ങുന്നു. അല്ലെങ്കിൽ തന്നെ ബാഗും മറ്റും അവിടെ വെച്ചിട്ടാണ് രാവിലെ പുറപ്പെട്ടത്. തൃശ്ശൂരിൽ ചെന്ന് അവൾ റുക്സാനിയെ വിളിച്ചു. ഇന്ത്യാസിനോടൊപ്പം അവൾ വന്ന് ജാസ്മിനെ കൂട്ടിക്കൊണ്ടുപോയി. ഹനീഫ എങ്ങനെയുണ്ടായിരുന്നു? ഇന്ത്യാസ് വളരെ ഹെൽപ്ഫുള്ളായിരുന്നു. ഹനീഫയെ കിട്ടിയില്ലായിരുന്നെങ്കിൽ എൻ്റെ യാത്ര ഒരു പരാജയമായി പോയേനെ, അവൾ ആത്മാർത്ഥമായി പറഞ്ഞു. ഇന്ത്യാസിന് തൃപ്തിയായി. അന്ന് രാത്രിയിൽ റുക്സാനിയുടെ വീട്ടിലെ മുറിയിൽ ഒറ്റയ്ക്കായപ്പോൾ ജാസ്മിൻ മൊബൈലെടുത്ത് ചാക്കോച്ചൻ്റെ സംഭാഷണം റെക്കോർഡ് ചെയ്തത് മുഴുവൻ പ്ലേ ചെയ്ത് കേട്ടു. ഇനി കാണേണ്ടത് ക്രിസ്റ്റിയെയാണ്. അവനോട് ചോദിക്കാൻ ഒരു ചോദ്യമുണ്ട്. അതിന് വ്യക്തമായ മറുപടി കിട്ടിയേ തീരൂ. അവൾ ഉറങ്ങാനായി കണ്ണുകൾ അടച്ചു. പക്ഷേ ഉറങ്ങാൻ കഴിഞ്ഞില്ല. പുലർച്ചെ നല്ല തണുപ്പും മഞ്ഞുമുണ്ടായിരുന്നു. കമ്പിളി പുതപ്പിനുള്ളിൽ ജെനിയെ കെട്ടിപ്പിടിച്ച് ബോബി കിടന്നു. പാതി മയക്കത്തിലായിരുന്നെങ്കിലും അല്പനേരം കഴിഞ്ഞപ്പോൾ അവൾ എഴുന്നേറ്റ് പോകുന്നത് അയാൾ അറിഞ്ഞു. ഒന്ന് മയങ്ങി ഉണർന്നപ്പോഴാണ് എവിടെയോ ആരോ ഛർദ്ദിക്കുന്ന ശബ്ദം ബോബി കേട്ടത്. കാതോർത്ത് നോക്കിയപ്പോൾ ജെനിയാണ്. പുതപ്പിനുള്ളിൽ നിന്ന് അയാൾ വേഗം പുറത്തു കടന്നു. അയാൾ ചെന്നപ്പോൾ ഊണുമുറിയിലെ വാഷ് ബേസിനിൽ കൈകുത്തി നിന്ന് ജെനി ഛർദ്ദിക്കുകയാണ്. ജെനി! അയാൾ അവളുടെ ചുമലിൽ കൈവച്ച് പുറം മെല്ലെ തടവി കൊടുത്തു. സാരമില്ല ചായ, അവൾ മന്ത്രിച്ചു. വെള്ളം കുടിക്കണോ? അയാൾ ചോദിച്ചു. ജെനി ചെന്ന് കിടന്നു. ഞാൻ കാപ്പി ഉണ്ടാക്കി കൊണ്ടുവരാം. വായി കഴുകിയിട്ട് ജെനി വീണ്ടും പോയി കിടന്നു. ബോബി അടുക്കളയിൽ ചെന്ന് ബ്ലാക്ക് കോഫി ഉണ്ടാക്കി 2 മഗ്ഗുകളിൽ പകർന്ന് ബെഡ്റൂമിലേക്ക് ചെന്നു. ഇന്നാ കാപ്പി. അവൾ എഴുന്നേറ്റ് ഇരുന്ന് കാപ്പി വാങ്ങി മെല്ലെ ഊതി ഊതി കുടിച്ചു. നാളെ ജാസ്മിൻ വരും, അവൾ പറഞ്ഞു. അവൾ കുറച്ച് ദിവസം ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എനിക്കൊരു സഹായമാകുമായിരുന്നു. പഠിക്കുന്ന കുട്ടിയല്ലേ, അവളെ പിടിച്ചിവിടെ നിർത്തുന്നത് ശരിയാണോ? അയാൾ വിയോജിച്ചു. മമ്മി വരാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ. അതാ നല്ലത്. 2 പേരും അവിടെ വെറുതെ ഇരിക്കുവല്ലേ, കുറച്ച് ദിവസം ഇവിടെ വന്ന് താമസിക്കട്ടെ. എന്തായാലും ക്രിസ്റ്റി ഇവിടെ ഉള്ളത് ഭാഗ്യമായി. നമുക്ക് സഹായത്തിന് അവനുണ്ടല്ലോ, ജെനി പറഞ്ഞു. അതെ, എന്നും അവൻ എനിക്ക് സഹായത്തിന് എത്തിയിട്ടുണ്ട്. എന്തോ ഓർത്തുകൊണ്ടാണ് ബോബി അത് പറഞ്ഞത്. അല്പനേരം കഴിഞ്ഞപ്പോൾ ജാസ്മിൻ്റെ വിളി വന്നു. ചേച്ചി, ഞാനിവിടുന്ന് പുറപ്പെട്ടു. ഉച്ചയാകുമ്പോഴേക്ക് അവിടെ എത്തും. ആരെയെങ്കിലും വിടണോ മൂന്നാറിലേക്ക്? ക്രിസ്റ്റി ഉണ്ടോ അവിടെ? ഇല്ല, അവന് നൈറ്റാണ്. കുറച്ച് കഴിയുമ്പം വരും. വേണമെങ്കിൽ വിടാം. വേണ്ട ചേച്ചി, ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ട് വണ്ടി ഓടിക്കണ്ട. ഉറങ്ങിക്കോട്ടെ, ഞാൻ ബസ്സിൽ വന്നോളാം. കോവിലൂർ വന്നിട്ട് ബസ് ഇറങ്ങുമ്പോൾ വിളിക്കണേ. ബോബി ചൈനെ വിടാം. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ ബോബി അവളെ സഹായിച്ചു. അവൾക്കെല്ലാം പുതുമയായിരുന്നു. ഇപ്പോൾ ബോബി അപൂർവമായിട്ട് മാത്രമേ പുറത്തേക്ക് പോകാറുള്ളൂ. എന്തെങ്കിലും അത്യാവശ്യമുണ്ടെങ്കിൽ മാത്രം. നിഴൽ പോലെ എപ്പോഴും അവളുടെ കൂടെയുണ്ട്. പതിവ് സമയത്ത് ഡ്യൂട്ടി കഴിഞ്ഞ് ക്രിസ്റ്റി വന്നു. ജാസ്മിൻ വിളിച്ചോ ചേച്ചി? ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ അവൻ ചോദിച്ചു. ഉവ്, രാവിലെ തൃശ്ശൂരിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്. നിന്നെ അവൾ വിളിച്ചില്ലേ? ഇല്ല, ഞാൻ അങ്ങോട്ട് വിളിച്ചിട്ട് എടുത്തുമില്ല. ട്രെയിനിലോ ബസ്സിലോ ആയിരിക്കും, കേട്ട് കാണത്തില്ല.
ശരിയായിരിക്കുമെന്ന് അവന് തോന്നി. ബസ് കോവിലൂർ മാർക്കറ്റിനോട് സമീപിച്ചപ്പോൾ ജെനിയെ ജാസ്മിൻ വിളിച്ചു. പക്ഷെ ബോബിയാണ് റിസീവർ എടുത്തത്. ഹലോ, ബോബി ചായനാണോ? സ്വരം കേട്ട് അവൾ ചോദിച്ചു. ജാസ്മിനാണോ? നീ എവിടെ എത്തി? മാർക്കറ്റിൽ ബസ് ഇറങ്ങാനായി. ഞാനിതാ വരുന്നു, ജെനിയോട് പറഞ്ഞിട്ട് ബോബി അപ്പോൾ തന്നെ ജീപ്പ് എടുത്ത് മാർക്കറ്റിലേക്ക് പോയി. അയാൾ വന്നപ്പോൾ ബസ് ഇറങ്ങി ജാസ്മിൻ എയർ ബാഗുമായി അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. ആദ്യമായി കാണുന്നത് പോലെയാണ് അവൾ ബോബിയെ നോക്കിയത്. അതെ, ഇതുവരെ കണ്ട ആളല്ല ഇത്. സുന്ദരനായ ഒരു മനുഷ്യൻ 16കാരിയായ ഒരു പെൺകുട്ടിയെ ക്രൂരമായി കശാപ്പ് ചെയ്തവനാണ്. ജാസ്മിൻ്റെ അടുത്ത് ചെന്ന് ജീപ്പ് നിന്നു. കേറ് ജാസ്മിൻ. അവൾ ഒന്നും പറയാതെ ഫ്രണ്ട് സീറ്റിൽ കയറിയിരുന്നു. പോകാം. ജീപ്പ് മുന്നോട്ട് നീങ്ങി. യാത്രയൊക്കെ സുഖമായിരുന്നോ? അവളുടെ താല്പര്യക്കുറവ് അയാൾ ശ്രദ്ധിച്ചു. നിനക്ക് എന്താ സുഖമില്ലേ? ഒരു തലവേദന. യാത്ര ചെയ്തതിരിയ. വല്ലതും കഴിച്ചു കിടന്ന് സുഖമായി ഒന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ എല്ലാം മാറും. വളരെ ഉല്ലാസവാനാണ് അയാൾ എന്ന് അവൾ കണ്ടു. ബ്രേസ്ലെറ്റ് അണിഞ്ഞ കനത്തുറ്റ കൈകൾ അനായാസം സ്റ്റിയറിംഗ് വീൽ തിരിക്കുന്നു. ഈ കൈകൾക്കുള്ളിൽ കിടന്നാണ് ശ്വാസം മുട്ടി. ബോബിച്ചായനോടൊരു കാര്യം ചോദിക്കണമെന്ന് കുറച്ച് ദിവസമായി വിചാരിക്കുന്നു. പെട്ടെന്ന് അവൾ പറഞ്ഞു. എന്താണ്? അയാൾ തല തിരിച്ച് അവളെയൊന്ന് നോക്കി. ബോബിച്ചായൻ കുറച്ചുനാൾ സെമിനാരിയിൽ ഉണ്ടായിരുന്നെന്ന് ജനിച്ചേച്ചി പറഞ്ഞിട്ടുണ്ട്. അച്ചമ്പട്ടത്തിന് പഠിക്കാൻ. പിന്നെന്താ അത് കംപ്ലീറ്റ് ചെയ്യാത്തെ? ഞാനത് പാതി വഴിയിൽ വെച്ച് ഉപേക്ഷിച്ചു. അവളുടെ മുഖത്തേക്ക് നോക്കാതെ അയാൾ പറഞ്ഞു. അതിൻ്റെ കാരണം എന്താണെന്നാ ഞാൻ ചോദിച്ചേ. അങ്ങനെ അങ്ങ് വിട്ടാൽ പറ്റില്ലല്ലോ. അറിയണം മറുപടി എന്താണെന്ന്. പുരോഹിതനാകാൻ ഞാൻ യോഗ്യനല്ലെന്ന് മനസ്സിലായപ്പോൾ ഷമ്മാശപ്പട്ടം ഊരി വെച്ചിട്ട് ഞാനിങ്ങ് പോന്നു. എന്താ യോഗ്യതയില്ലെന്ന് തോന്നിയേ? ആത്മാവിൽ വിശുദ്ധിയുള്ളവർക്കേ ഇടവകയിലെ കുഞ്ഞാടുകളെ നേർവഴിക്ക് നയിക്കാൻ അർഹതയുള്ളൂ, അയാൾ പറഞ്ഞു. ആത്മാവിൽ വിശുദ്ധിയുണ്ടെന്ന് അറിയാമായിരുന്നത് കൊണ്ടല്ലേ സെമിനാരിയിൽ ചേർന്നത്? പിന്നെ എപ്പോഴാണത് നഷ്ടപ്പെട്ടത്? അച്ഛനാകാൻ എനിക്കൊട്ടും താല്പര്യമില്ലായിരുന്നു. അച്ചാച്ചൻ്റെ നിർബന്ധം കാരണമാണ്. കുടുംബത്ത് ഒരു അച്ഛനോ കന്യാസ്ത്രീയോ ഉണ്ടാകുന്നത് അഭിമാനമാണെന്നായിരുന്നു അച്ചാച്ചൻ്റെ വിചാരം. പക്ഷേ പല ജീവിത സുഖങ്ങളും ത്യജിക്കാൻ ഞാൻ തയ്യാറായിരുന്നില്ല. ഇനി തെളിച്ച് ചോദിക്കാൻ വയ്യ. ഞാൻ എല്ലാം അറിഞ്ഞുവെന്ന് മനസ്സിലായാൽ ബോബിച്ചായനെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ജെനിച്ചേച്ചിയുടെ മുമ്പിലുള്ള ഈ അഭിനയം തകരും. ജെനിച്ചേച്ചി എല്ലാം അറിയും. പിന്നെ അവർ തമ്മിലുള്ള ബന്ധമുലയും. വേണ്ട, ഒന്നും ചോദിക്കണ്ട. വീട്ടുമുറ്റത്ത് ചെന്ന് ജീപ്പ് നിന്നു. പക്ഷേ ഒരാളിനോട് മാത്രം ചോദിക്കാതിരിക്കാൻ പറ്റില്ല. ആ മുഖത്ത് നിന്ന് തന്നെ സത്യം അറിയണം. ജീപ്പിൻ്റെ ശബ്ദം കേട്ട് ജെനി ഇറങ്ങി വന്നു. അവൾ അടുക്കളയിലായിരുന്നു. ഇന്നലെ വരുമെന്ന് പറഞ്ഞു പോയിട്ട്? പറ്റിയില്ല ചേച്ചി, വേറൊരു സ്ഥലത്ത് പോണമായിരുന്നു. തിരിച്ച് രുക്സാനയുടെ വീട്ടിൽ വന്നപ്പോഴേക്ക് വൈകി. രുക്സാനയ്ക്ക് കുഞ്ഞുങ്ങളായോ? അവളെ ജനിച്ചേച്ചിക്ക് അറിയാം. അവൾ വീട്ടിൽ വന്നിട്ടുണ്ട്. ഇല്ല, കെട്ട് കഴിഞ്ഞിട്ട് 2 കൊല്ലമായില്ലയോ? ജെനി അഭിമാനത്തോടെ ചിരിച്ചു. അതിൻ്റെ അർത്ഥം ജാസ്മിന് മനസ്സിലായി. ഞാൻ അമ്മയാകാൻ പോവുകയാണ്. എന്നേക്കാൾ മുന്നേ കെട്ടുകഴിഞ്ഞ രുക്സാന ഇപ്പോഴും. വിശക്കുന്നെങ്കിൽ വാ മോളെ, ചോറ് തരാം, ജെനി പറഞ്ഞു. ധൃതിയില്ല, ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് മതി ചേച്ചി. ജാസ്മിൻ അവളുടെ മുറിയിലേക്ക് പോയി. ക്രിസ്റ്റി നല്ല ഉറക്കമായിരിക്കും, അതുകൊണ്ടാണ് ഇറങ്ങി വരാത്തത്. വേഷം മാറിയിട്ട് അവൾ ചെന്നപ്പോഴേക്ക് ജെനി ഊണുമേശപ്പുറത്ത് ചോറും കറികളും എടുത്തു വെച്ചിരുന്നു. ബോബി ചെന്ന് ക്രിസ്റ്റിയെ വിളിച്ചുകൊണ്ട് വന്നു. 4 പേരും ഒന്നിച്ചിരുന്നാണ് ഊണ് കഴിച്ചത്. യാത്രയിലെ വിശേഷങ്ങളൊക്കെ ജെനി ചോദിച്ചു. എങ്ങും തൊടാതെ അവൾ മറുപടി പറഞ്ഞു. നെല്ലിയാമ്പതിയിലേക്ക് പോയ കാര്യം ചേട്ടനും അനിയനും തൽക്കാലം അറിയണ്ട. ഊണ് കഴിഞ്ഞ് ജെനിയും ബോബിയും അവരുടെ മുറിയിൽ വിശ്രമിക്കാൻ പോയി. എനിക്ക് ക്രിസ്റ്റിയോടൊരു കാര്യം ചോദിക്കാനുണ്ട്, അവൾ പറഞ്ഞു. എന്താണ്? അവളുടെ മുഖത്തെ ഗൗരവഭാവം കണ്ട് അവൻ പകച്ചു നോക്കി. നമുക്ക് മുകളിലേക്ക് പോകാം. ക്രിസ്റ്റിയുടെ പിന്നാലെ കോണിപ്പടി കയറി അവൾ ചെന്നു. അവൻ്റെ മുറിയിലെത്തിയപ്പോൾ അവൾ വാതിൽ ചേർത്തടച്ചു. മനസ്സിലാകാത്ത മട്ടിൽ അവൻ അവളെ നോക്കി. തൃശ്ശൂരേക്ക് പോകുന്നുവെന്ന് പറഞ്ഞ് ഞാൻ പോയത് നെല്ലിയാമ്പതിയിലേക്കാണ്. കൊച്ചുറാണിയുടെ അമ്മച്ചി റോസമ്മയെയും അപ്പൻ ചാക്കോച്ചനെയും ഞാൻ കണ്ടു. കൊച്ചുറാണിയെ കൊന്നത് ആരാണെന്ന് അറിഞ്ഞിട്ടാണ് ഞാൻ വരുന്നത്. ക്രിസ്റ്റി ഒന്ന് ഞെട്ടി. ഒരേ ഒരു കാര്യം മാത്രം എനിക്കറിഞ്ഞാൽ മതി. എന്തിനാണ് ക്രിസ്റ്റി അവളുടെ കൊലപാതക കുറ്റം ഏറ്റെടുത്തത്? ജാസ്മിൻ്റെ മൂർച്ചയുള്ള കണ്ണുകളെ നേരിടാനാവാതെ ക്രിസ്റ്റി മെല്ലെ മുഖം കുനിച്ചു.
ക്രിസ്റ്റിയുടെ മൗനവും മുഖം കുനിച്ചുള്ള നിൽപ്പും ജാസ്മിനെ ദേഷ്യം പിടിപ്പിച്ചു. എൻ്റെ ചോദ്യത്തിന് എനിക്ക് വ്യക്തമായ മറുപടി കിട്ടണം. കൊച്ചുറാണിയുടെ കൊലപാതകത്തിൻ്റെ ഉത്തരവാദിത്തം ക്രിസ്റ്റി ഏറ്റെടുത്തത് എന്തിനാണ്? എനിക്കത് അറിഞ്ഞേ പറ്റൂ. അവൻ മെല്ലെ തലയുയർത്തി നോക്കി. അപ്പോൾ അവൻ്റെ കണ്ണുകളിൽ അലയടിച്ചിരുന്ന തീവ്രവേദന അവൾ കണ്ടു. അവളുടെ മനസ്സൊന്ന് പതറിയെങ്കിലും വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. നീ നെല്ലിയാമ്പതിയിൽ പോയോ? അവൻ ചോദിച്ചു. പോയി. അവിടെ ചെന്ന് പലരെയും കണ്ടു, സംസാരിച്ചു. ജാസ്മിൻ, നീ എന്നോട് നുണ പറയരുത്. അങ്ങനെയല്ല, ഞാൻ റോസമ്മയെ കണ്ടു. അവർ പറഞ്ഞതെല്ലാം കള്ളമായിരുന്നു. പക്ഷേ ചാക്കോച്ചൻ എന്നോട് എല്ലാ സത്യവും പറഞ്ഞു. കൊച്ചുറാണിയുടെ അമ്മച്ചി നിന്നോട് എന്താണ് പറഞ്ഞത്? ക്രിസ്റ്റിയാണ് അവരുടെ മകളെ കൊന്നതെന്ന്. അതാണ് സത്യം. അതല്ല സത്യം. യഥാർത്ഥത്തിൽ നടന്നത് എന്താണെന്ന് അവളുടെ അപ്പൻ ചാക്കോച്ചൻ എന്നോട് വിശദമായി തന്നെ പറഞ്ഞു. ചാക്കോച്ചൻ എന്താണ് പറഞ്ഞത്? ദുർബലമായിരുന്നു അവൻ്റെ സ്വരം. ക്രിസ്റ്റി നിരപരാധിയാണെന്നും വേറൊരാൾക്ക് വേണ്ടി കുറ്റം സ്വയം ഏറ്റെടുത്തതാണെന്നും വേറെ ആർക്കു വേണ്ടി ആളാരാണെന്നും പറഞ്ഞു. പക്ഷെ ക്രിസ്റ്റിയുടെ നാവിൽ നിന്ന് തന്നെ കേൾക്കണം എനിക്കത്. അവൾ നിർബന്ധം പിടിച്ചു. റോസമ്മ കണ്ടില്ല ആരാണ് അത് ചെയ്തതെന്ന്. ചാക്കോച്ചനെ ഒന്നും കണ്ടിട്ടില്ല. പിന്നെ നീ ചാക്കോച്ചനെ മാത്രം വിശ്വസിക്കുന്നു? ഉത്തരം മുട്ടി ജാസ്മിൻ ഒരു നിമിഷം നിന്നു. പക്ഷേ കൊലപാതകയെ കണ്ട ഒരാളുണ്ട്. തോട്ടം തൊഴിലാളിയായിരുന്ന കത്രീന എന്ന സ്ത്രീ. ദൃക്സാക്ഷിയുടെ മൊഴി മാത്രം മതി കോടതിക്ക്. അതുകൊണ്ടാണ് കോടതി എനിക്ക് ജീവപര്യന്തം വിധിച്ചത്. കത്രീന കോടതിയിൽ കള്ളസാക്ഷി പറഞ്ഞതാണ്. ക്രിസ്റ്റിയുടെ അപ്പൻ്റെ കയ്യിൽ നിന്ന് പണം മേടിച്ചിട്ട് അതിനുള്ള ശിക്ഷ ദൈവം അവർക്ക് കൊടുക്കുകയും ചെയ്തു. അവരുടെ മോൻ കാർ ആക്സിഡൻറ്റിൽ മരിച്ചു. മഞ്ഞപ്പിത്തം വന്ന ആ സ്ത്രീയും മരിച്ചു. സ്വന്തം മകനെ പ്രതിയാക്കാൻ ഏതെങ്കിലും അപ്പൻ പണം കൊടുത്ത് ആരെക്കൊണ്ടെങ്കിലും കള്ളസാക്ഷി പറയിക്കുമോ? നിനക്ക് അല്പമെങ്കിലും ബുദ്ധിയുണ്ടെങ്കിൽ ചാക്കോച്ചൻ പറഞ്ഞത് വിശ്വസിക്കുമോ? ഒരു പിടിവള്ളി കിട്ടിയതുപോലെ ക്രിസ്റ്റി നിവർന്നു നിന്ന് അവളെ നോക്കി. അവൾക്ക് ഉത്തരം കിട്ടാത്ത ചോദ്യം അതായിരുന്നു. മൂത്ത മകനെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഒരു പിതാവ് ഇളയ മകനെ കൊലയ്ക്ക് കൊടുക്കുമോ? അതും കള്ളസാക്ഷി പറയാൻ പണം കൊടുത്തിട്ട്. അല്ലെങ്കിൽ തന്നെ ജ്യേഷ്ഠന് വേണ്ടി എന്തിന് അനിയനെ ആ ത്യാഗം ചെയ്തു? സ്വന്തം ജീവിതം ബലി കൊടുത്തു. മനസ്സിലാക്കാൻ കഴിയാതെ ക്രിസ്റ്റിയുടെ മുഖത്തേക്ക് തുറച്ചു നോക്കി ജാസ്മിൻ നിന്നു. എന്നെ ക്രിസ്റ്റി ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുണ്ടോ? അവൾ ചോദിച്ചു. ഉണ്ട്. അക്കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട, അവൻ പറഞ്ഞു. വെറും സ്നേഹമാണോ അതോ അതിലപ്പുറം എന്തെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ? മനസ്സിലായില്ല. എന്നെ വേണമെന്ന് ആഗ്രഹമുണ്ടോ? ജീവിതകാലം മുഴുവൻ ഒന്നിച്ചു കഴിയാൻ? നിനക്കിഷ്ടമാണെങ്കിൽ ഞാനത് അത്രയധികം ആഗ്രഹിക്കുന്നു, അവൻ പറഞ്ഞു. ഞാനും അത് അത്രയധികം ആഗ്രഹിക്കുന്നു ക്രിസ്റ്റി. പക്ഷേ ഒരു നിബന്ധനയുണ്ട്. അന്ന് എന്താണ് സംഭവിച്ചതെന്ന് പറയണം. ആരാണ് തെറ്റ് ചെയ്തതെന്ന് ക്രിസ്റ്റിയിൽ നിന്ന് തന്നെ എനിക്ക് കേൾക്കണം. അവൻ നിശബ്ദനായി നിന്നു. രഹസ്യങ്ങൾ മറച്ചു വെക്കുന്ന ഒരാളെ എനിക്ക് വിശ്വസിക്കാനും സ്നേഹിക്കാനും കഴിയുകയില്ല. നാളെ രാവിലെ ഞാൻ ആലപ്പുഴയിലേക്ക് പോകും. അവിടെ നിന്ന് പോണ്ടിച്ചേരിക്കും. അവൻ മിണ്ടിയില്ല. ഞാൻ പോകുന്നതിന് മുമ്പ് സത്യം എനിക്കറിയണം. ക്രിസ്റ്റി അത് പറയാൻ തയ്യാറായില്ലെങ്കിൽ നമ്മൾ പിന്നെ ഒരിക്കലും കാണുകയില്ല. ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു എന്നൊക്കെ പറഞ്ഞ ക്രിസ്റ്റിക്ക് എന്നേക്കുമായി എന്നെ നഷ്ടപ്പെടും. ആലോചിക്കാൻ രാവിലെ 7 മണി വരെ സമയമുണ്ട്. ജാസ്മിൻ അവൻ്റെ മുറിയിൽ നിന്നിറങ്ങി താഴേക്ക് പോയി. ക്രിസ്റ്റി ഒരു പ്രതിമ പോലെ നിശ്ചലനായി നിന്നു. ഉച്ചമയക്കം കഴിഞ്ഞ് ജെനി ഉണർന്നപ്പോൾ മണി 4. ബോബിയും ഒന്നിച്ചാണ് അവൾ കിടന്നത്. പക്ഷേ അയാളെ ബെഡിൽ കാണാനില്ലായിരുന്നു. അവൾ മെല്ലെ എഴുന്നേറ്റു. ചായ ഉണ്ടാക്കാൻ സമയമായി. 5 മണിയാകുമ്പോൾ ക്രിസ്റ്റിക്ക് ഹെവൻ വാലി ഹോട്ടലിലേക്ക് പോകണം. അതിനു മുമ്പ് അവന് ചായ കൊടുക്കണം. ജെനി അടുക്കളയിലേക്ക് ചെന്നു. അപ്പോൾ ഒരു മൂളിപ്പാട്ടോടെ ചായ ഉണ്ടാക്കിക്കൊണ്ട് ബോബി അവിടെ നിൽക്കുന്നു. അവൾ ആശ്ചര്യത്തോടെ അയാളെ നോക്കി നിന്നു. അയാൾ തലതിരിച്ച് നോക്കിയപ്പോൾ അവളെ കണ്ടു. എന്താ? അയാൾ ചോദിച്ചു. അല്ല, ഇതെൻ്റെ ബോബി ചായൻ തന്നെയാണോ എന്ന് നോക്കുമായിരുന്നു ഞാൻ. എന്നെ ഇവിടെ കെട്ടിക്കൊണ്ട് വന്നതിന് ശേഷം ഇതാദ്യമായിട്ടാണ് ബോബി ചായൻ ചായ ഇടാൻ അടുക്കളയിൽ കയറുന്നത്. ബോബി അത് കേട്ട് പുഞ്ചിരിച്ചു. പെണ്ണ് കെട്ടുന്നതിന് മുമ്പ് ഞാൻ ഒരു ഒന്നാന്തര കുക്കായിരുന്നു. തൽക്കാലം എല്ലാം മാറ്റിവെച്ചതാണ്. ഇനി എൻ്റെ ജെനിമോൾ ചുമ്മാ ഇവിടെ ഇരുന്നാൽ മതി. പറയുന്നതൊക്കെ ഈ ബോബി ചായൻ ഉണ്ടാക്കി തരും. അയാൾ 2 ഗ്ലാസ്സുകളിലേക്ക് ചായ പകർന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ വാതിൽക്കൽ എല്ലാം കേട്ടുകൊണ്ട് ജാസ്മിൻ നിൽക്കുന്നുണ്ടായിരുന്നു. അവളെ കണ്ട് അയാൾ പുഞ്ചിരിച്ചു. ബോബി ചായൻ ഉണ്ടാക്കിയ ചായ എങ്ങനെയുണ്ടെന്ന് കുടിച്ചു നോക്കിയിട്ട് പറയണം ജാസ്മിൻ. ജെനി ഒരു ഗ്ലാസ് ചായ അവൾക്ക് നീട്ടി. അവൾ അത് യാന്ത്രികമായി വാങ്ങിച്ചു. ഒരു ഗ്ലാസ് ചായ അയാൾ ജെനിക്കും കൊടുത്തു. അവൾ അല്പം കുടിച്ചു നോക്കി.
സൂപ്പർ, ഇത്രയും നല്ല ചായ ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. അവൾ ബോബിയെ അഭിനന്ദിച്ചു. ജാസ്മിൻ എന്താ ഒന്നും പറയാത്തേ? അവളുടെ മുഖത്തെ മ്ലാനത കണ്ട് അയാൾ ചോദിച്ചു. നാളെ രാവിലെ ഞാൻ പോവുകയാണ്. എങ്ങോട്ട്? ജെനി ചോദിച്ചു. ആലപ്പുഴയ്ക്ക്. ഓ, അതാ ഇന്നലെ മുതൽ ജാസ്മിൻ്റെ മുഖത്തൊരു വാട്ടം. ഞാനത് ശ്രദ്ധിക്കാതിരുന്നില്ല. ചേച്ചിയെ പിരിഞ്ഞു പോകുമ്പം ഇത്തിരി വിഷമം കാണുമല്ലോ. അയാൾ കാരണം കണ്ടുപിടിച്ചു. നിന്റെ സർവേ ഒക്കെ തീർന്നോ മോളെ? എന്നാലും 3-4 ദിവസം കൂടി കഴിഞ്ഞിട്ട് പോയാൽ പോരായോ? അല്ല, നാളെ രാവിലെ പോകണം. 7 മണിയുടെ ബസ്സിന്. ബോബിച്ചായൻ എന്നെ ബസ് കയറ്റി വിടണം. 7:30 ബസ്. ഇവിടുന്ന് 7 മണിക്ക് ഇറങ്ങിയാൽ മതി. ക്രിസ്റ്റിയെ വിളിക്ക്, അവൻ 5 മണിക്ക് ഡ്യൂട്ടിക്ക് പോകേണ്ടതാ, ജെനി ഓർമ്മിപ്പിച്ചു. ബോബി കോണിപ്പടിയുടെ ചുവട്ടിലേക്ക് ചെന്നു. ക്രിസ്റ്റി, അയാൾ നീട്ടി വിളിച്ചു. എന്താ ഈ ചായ? നിനക്ക് ചായ വേണ്ടേ? ദാ വരുന്നു. ക്രിസ്റ്റി താഴേക്ക് ഇറങ്ങി വന്നു. അവനെ കണ്ട് ജാസ്മിൻ അവളുടെ മുറിയിലേക്ക് പോയി. എന്താടാ നിന്റെ മുഖത്തൊരു വിഷമം പോലെ? ചായ എടുത്തു കൊടുക്കുമ്പോൾ ബോബി ചോദിച്ചു. എനിക്കോ? എനിക്കെന്ത് വിഷമം? എനിക്കറിയാം, ജെനി പറഞ്ഞു. ക്രിസ്റ്റി ചോദ്യഭാവത്തിൽ അവളെ നോക്കി. ജാസ്മിൻ നാളെ പോവുമല്ലേ, അതാണ് കാരണം, പുഞ്ചിരിയോടെ അവൾ പറഞ്ഞു. അതിന് ഞാൻ എന്തിനാ വിഷമിക്കുന്നേ? അവൻ ചിരിക്കാൻ ശ്രമിച്ചു. നിങ്ങൾ 2 പേരും വലിയ കൂട്ടല്ലായിരുന്നോ? ഒരാൾ പോകുമ്പോൾ? ഏയ്, എനിക്കങ്ങനൊന്നുമില്ല. ഇന്നത്തെ ചായ ഞാനാ ഇട്ടത്. കൊള്ളാമോടാ? ബോബി ചോദിച്ചു. കൊള്ളാം ഇച്ചായ. കുടിച്ചു നോക്കിയിട്ട് അവൻ പറഞ്ഞു. ഇനി ഞാൻ എൻ്റെ പാചകം പുറത്തെടുക്കാൻ പോവാ. പുതിയ പുതിയ കറികളുണ്ടാക്കി ഇവളെ ഞാൻ ഞെട്ടിക്കും. വായിൽ വെച്ച് തിന്നാൻ പറ്റുന്നതല്ല, ഉറപ്പായും ഞെട്ടും. ജെനി അയാളെ കളിയാക്കി. അല്ല, ബോബിച്ചായന് ഇറച്ചിയും മീനും വെക്കാൻ അറിയാൻ ചേച്ചി. വീട്ടിൽ വിശേഷമുണ്ടാകുമ്പോൾ ബോബിച്ചായനായിരുന്നു പാചകത്തിൻ്റെ ചുമതല, ക്രിസ്റ്റി പറഞ്ഞു. ഇപ്പം എന്തായാലും ഭയങ്കര സ്നേഹമാണ് ബോബിച്ചായന് എന്നോട്, ജെനി പറഞ്ഞു. ഭാര്യ പ്രഗ്നൻ്റ് ആകുമ്പോൾ ഭർത്താക്കന്മാർക്ക് കുറച്ച് സ്നേഹം കൂടും. അതെങ്ങനെയാ? ഇവളെ കൊണ്ട് ഞാനിനി ഇവിടെ ഒരു പണിയും ചെയ്യിക്കത്തില്ല, ബോബി പ്രഖ്യാപിച്ചു. സഹായത്തിന് ക്രിസ്റ്റീനെ കൂട്ടാമെന്നായിരിക്കും ഉദ്ദേശം. ബോബിച്ചായൻ്റെ ബുദ്ധി എനിക്ക് മനസ്സിലായി. ഒന്ന് പോടി. അയാൾ തമാശ മട്ടിൽ അവളെ അടിക്കാനായി കൈയോങ്ങി. അവൾ ചിരിച്ചുകൊണ്ട് മാറിക്കളഞ്ഞു. ക്രിസ്റ്റി മെല്ലെ കോണിപ്പടികൾ കയറി മുകളിലേക്ക് പോയി. ബാൽക്കണിയിൽ ചെന്ന് നിന്ന് അവൻ താഴ്വരയിലേക്ക് നോക്കി. സ്വർണ്ണ നിറത്തിൽ താഴ്വരയിലാകെ പോക്കുവയിൽ വീണ് കിടക്കുന്നു. കൃഷിത്തോട്ടത്തിൽ പണിയെടുക്കുന്ന ആളുകളെ അകലെ പൊട്ടുപോലെ കാണാം. പർവ്വതങ്ങൾ ഉയർന്നു നിൽക്കുന്നു. വെള്ളമേഘങ്ങൾ അവയുടെ ശിഖരങ്ങളെ ചുംബിച്ചുകൊണ്ട് മെല്ലെ ഒഴുകി നീങ്ങുന്നു. നാളെ രാവിലെ 7 മണിക്ക് ജാസ്മിൻ പോകും. ഒരു പക്ഷേ ഇനി ഒരിക്കലും അവളെ കാണാൻ കഴിഞ്ഞെന്ന് വരില്ല. ദൈവനിശ്ചയം അതാണെങ്കിൽ പിന്നെ അതിനെ മറികടക്കാൻ താനാര്? പക്ഷേ ഓർക്കുമ്പോൾ മൂർച്ചയുള്ള ഒരു കത്തി കൊണ്ട് ഹൃദയം 2ആയി പിളർക്കുന്ന വേദനയാണ് അനുഭവപ്പെടുന്നത്. തനിക്കിനി വട്ടവിട വിട്ട് ഒരു ജീവിതമില്ല. ജാസ്മിന് അങ്ങനെയല്ല. ആകാശത്തിൻ്റെ അതിർത്തി വരെ അവൾക്ക് ലോകമുണ്ട്. വിദ്യാസമ്പന്നയാണവൾ. ഇനിയും വേണമെങ്കിൽ അവൾക്ക് പഠിക്കാം, ഉന്നത പദവികൾ നേടാം. അവൾക്ക് സമനായ ഒരു ചെറുപ്പക്കാരനെ കണ്ടുപിടിക്കാം. പോട്ടെ, എല്ലാം വെറും സ്വപ്നങ്ങൾ, വ്യാമോഹങ്ങൾ. അവൾ വേദനയോടെ കണ്ണുകളടച്ച് ഒരു നിമിഷം നിന്നു. മണി 4:30. 6 മണിക്കെങ്കിലും ഹോട്ടലിൽ ചെല്ലണം. അവൻ സാവധാനം വേഷം മാറി. പിന്നെ താഴേക്ക് ഇറങ്ങിച്ചെന്നു. സ്വീകരണ മുറിയിൽ ബോബി ഉണ്ടായിരുന്നു. നിനക്കിന്ന് ഡ്യൂട്ടിയുണ്ടോ? അയാൾ ചോദിച്ചു. നാളെ രാവിലെ ജാസ്മിൻ പോകും, അവൾ പറഞ്ഞു. അതിനു മുമ്പ് നീ വരുമോ? 10 മണി കഴിയും. എന്നാൽ അവളോടൊന്ന് പറഞ്ഞിട്ട് പോ, ഞാൻ വിളിക്കാം. വീണ്ടിച്ചായ, ഞങ്ങൾ തമ്മിൽ സംസാരിച്ചു കഴിഞ്ഞു. ജാസ്മിൻ പോയിട്ട് വരട്ടെ. അവൻ വേഗം പുറത്തിറങ്ങി ബൈക്ക് സ്റ്റാർട്ട് ചെയ്തു. ജാസ്മിൻ അവളുടെ മുറിയിൽ പിറ്റേ ദിവസത്തെ യാത്രയ്ക്കുള്ള ഒരുക്കങ്ങൾ നടത്തുകയായിരുന്നു. ബൈക്കിൻ്റെ ശബ്ദം കേട്ട് അവൾ ചെന്ന് ജനാലയിലൂടെ വെളിയിലേക്ക് നോക്കി. ബുള്ളറ്റിൽ ക്രിസ്റ്റി ഗേറ്റ് കടന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോകുന്നതാണ് അവൾ കണ്ടത്. അവൾക്ക് സംശയം തോന്നി. നന്നായി വേഷം ധരിച്ചാണ് അവൻ പോയത്. എവിടേക്കാണ്? അവൾ വേഗം സ്വീകരണ മുറിയിലേക്ക് ചെന്നു. എന്താ ജാസ്മിൻ? അവളുടെ തിടുക്കം കണ്ട് ബോബി ചോദിച്ചു. ക്രിസ്റ്റി എങ്ങോട്ടാ ബോബിച്ചായ പോയത്? ഹോട്ടലിലേക്ക്. അവൻ ഇന്ന് നൈറ്റ് ഡ്യൂട്ടിയാണ്. ഇനി എപ്പോൾ വരും? നാളെ രാവിലെ 10 മണിയാകുമെന്നാ പറഞ്ഞത്. പെട്ടെന്ന് അവളുടെ മുഖം വിളറി. ബോബി അത് കണ്ടു. അവനോട് എന്തെങ്കിലും പറയാനുണ്ടായിരുന്നോ? ഇല്ല. പോകുന്ന കാര്യം ജാസ്മിൻ സംസാരിച്ചെന്നാണ് അവൻ പറഞ്ഞത്. അതെ, സംസാരിച്ചിരുന്നു. കണ്ണുകൾ അറിയാതെ നിറഞ്ഞു പോകുന്നു എന്ന് മനസ്സിലായപ്പോൾ ജാസ്മിൻ പെട്ടെന്ന് അവളുടെ മുറിയിലേക്ക് രക്ഷപ്പെട്ടു. അവൾ ബെഡിൽ തളർച്ചയോടെ ഇരുന്നു. ക്രിസ്റ്റി ഇന്ന് ഡ്യൂട്ടിക്ക് പോകും എന്ന് ഒട്ടും വിചാരിച്ചില്ല.
കുറേ ചിന്തിച്ചു കഴിയുമ്പോൾ ഒരു വീണ്ടു വിചാരമുണ്ടാകുമെന്നായിരുന്നു പ്രതീക്ഷ. പക്ഷേ അവൾക്ക് ക്രിസ്റ്റിയെ മനസ്സിലാക്കാനേ കഴിഞ്ഞില്ല. ഇങ്ങനെയുമുണ്ടോ ആണുങ്ങൾ ഈ ലോകത്ത്? ഒരു നെടുവീർപ്പോടെ അവൾ എഴുന്നേറ്റ് പാക്കിംഗ് വീണ്ടും തുടങ്ങി. വസ്ത്രങ്ങൾ ബാഗിൽ മടക്കി വെച്ച് കഴിഞ്ഞിരുന്നു. ഇനി ലാപ്ടോപ്പ്, ക്യാമറ, ചെറിയ നോട്ട് ബുക്കുകൾ, സ്കൂൾ കുട്ടികളിൽ നിന്ന് ശേഖരിച്ച ചോദ്യാവലിയുടെ ഉത്തരങ്ങൾ എല്ലാം ഓരോന്നായി അവൾ എടുത്തു വെച്ചു. രാത്രിയിൽ പതിവിലധികം തണുപ്പുണ്ടായിരുന്നു. ക്രിസ്റ്റി കൊടുത്ത സ്വെറ്ററാണ് അവൾ ധരിച്ചിരുന്നത്. അത് തിരിച്ചു കൊടുക്കത്തില്ലെന്ന് അവൾ തീരുമാനിച്ചു. സ്മാരകമായി അത് കൊണ്ടുപോവുകയാണ്. കിടന്നിട്ട് അവൾക്ക് ഉറക്കം വന്നില്ല. ക്രിസ്റ്റിയെ ഒന്ന് വിളിച്ചാലോ? അവസാനമായി ഒരിക്കൽ കൂടി സംസാരിക്കാം. നേരിട്ടല്ലാതെ ഫോണിലൂടെയാകുമ്പോൾ തുറന്ന് സംസാരിക്കാൻ മടി മാറിയെങ്കിലോ? മൊബൈൽ എടുത്ത് അവൾ ക്രിസ്റ്റിയുടെ നമ്പറിലേക്ക് വിളിച്ചു. താങ്കൾ വിളിക്കാൻ ശ്രമിക്കുന്ന നമ്പർ സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുന്നു എന്ന അറിയിപ്പാണ് കിട്ടിയത്. അപ്പോൾ അതാണ് കാര്യം. താൻ വിളിച്ചേക്കുമെന്ന് അവൻ ഊഹിച്ചിരുന്നു. അത് ഭയന്ന് അവൻ മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്തു വെച്ചിരിക്കുന്നു. അവൾക്ക് അടക്കാനാവാത്ത ദേഷ്യം വന്നു. ക്രിസ്റ്റി തൻ്റെ ആരാണ്? ആരുമല്ല. പിന്നെന്തിന് അവനെക്കുറിച്ച് ഓർത്ത് വേവലാതിപ്പെടണം? ഒരു പെണ്ണിൻ്റെയും സ്നേഹത്തിന് അവൻ അർഹനല്ല. സ്നേഹം എന്താണെന്ന് പോലും മനസ്സിലാക്കാനുള്ള വകതിരിവ് നഷ്ടപ്പെട്ടിരിക്കുന്നു. കള്ളന്മാരും കൊലപാതകികളും പിടിച്ചുപറിക്കാരും മാനഭംഗക്കാരും ഒത്തല്ലേ ഇതുവരെ ജീവിച്ചത്? മനുഷ്യത്വം എന്തെന്ന് മറ്റുപോയിരിക്കുന്നു. പുലർച്ചെ എപ്പോഴോ അവൾ ഉറങ്ങി. കൃത്യം 6 മണിയായപ്പോൾ ജെനി വന്ന് അവളുടെ വാതിലിൽ മുട്ടി വിളിച്ചു. ജാസ്മിൻ. അവൾ ഞെട്ടിയുണർന്നു. മുറിയിൽ നേരത്തെ ഇരുട്ടുണ്ടായിരുന്നു. മോളെ, 6 മണിയായി. രാവിലെ വിളിക്കണമെന്ന് നീ പറഞ്ഞില്ലായിരുന്നോ? ശരി ചേച്ചി, ഞാൻ ഉണർന്നു. ജാസ്മിൻ എഴുന്നേറ്റു. അരമണിക്കൂറിനുള്ളിൽ അവൾ വസ്ത്രം മാറി ധരിച്ച് പോകാനായി തയ്യാറായി. അവൾക്ക് കഴിക്കാൻ ജെനി അപ്പവും മുട്ടക്കറിയും ഉണ്ടാക്കിയിരുന്നു. വിശപ്പില്ലെന്ന് പറഞ്ഞെങ്കിലും അവൾ നിർബന്ധപൂർവ്വം ജാസ്മിനെ കഴിപ്പിച്ചു. ഇനി എന്താ മോളെ നീ വരുന്നത്? ജെനി ചോദിച്ചു. അറിയില്ല ചേച്ചി. നമ്മുടെ കുഞ്ഞിനെ കാണാൻ ജാസ്മിൻ വരുമടി, ബോബി പറഞ്ഞു. പ്രസവത്തിന് ഞാൻ ആലപ്പുഴയ്ക്ക് പോകും. നീ അവിടെ കാണുമല്ലോ. അതോ ഇനി വല്ലതും പഠിക്കാൻ പ്ലാനുണ്ടോ? ജെനി ചോദിച്ചു. പല പ്ലാനുകളാണ് ചേച്ചി. 7 മണിയായപ്പോൾ ബോബി കാർ സ്റ്റാർട്ട് ചെയ്തു. ലഗേജ് ബാക്ക് സീറ്റിൽ വെച്ചിട്ട് ജാസ്മിൻ ഫ്രണ്ട് സീറ്റിൽ കയറിയിരുന്നു. പോയിട്ട് വരാൻ ചേച്ചി, ജാസ്മിൻ പറഞ്ഞു. ശരി മോളെ, ബൈ. ജെനി കൈ വീശിക്കാട്ടി. ബൈ ചേച്ചി. അവളും കൈ വീശി. ബോബി കാർ മുന്നോട്ടെടുത്തു. റോഡിലേക്ക് ഇറങ്ങിയ വണ്ടി കോവിലൂർ മാർക്കറ്റ് ലക്ഷ്യമാക്കി ഓടി. ജാസ്മിൻ എന്താ ഒരു വിഷമം പോലെ? അവളുടെ മുഖത്തേക്ക് നോക്കാതെ ബോബി ചോദിച്ചു. ഇത്രയും ദിവസത്തിന് ശേഷം നിങ്ങളെയൊക്കെ വിട്ടു പിരിയുമ്പോൾ വിഷമം തോന്നാതിരിക്കുമോ ബോബി ചായ? അത് നേരാ. ജെനിക്ക് നല്ല സങ്കടമുണ്ട്. ജാസ്മിൻ ഒന്നും പറഞ്ഞില്ല. ഇനി എന്ന് വരും ഇങ്ങോട്ടേക്ക്? ഉടനെ എങ്ങും പറ്റില്ല. എൻ്റെ മനസ്സിൽ ചില പ്ലാനുകളുണ്ട്. ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ ചേർന്ന് റിസർച്ച് ചെയ്യണമെന്നാണ് ആഗ്രഹം. പക്ഷേ അഡ്മിഷൻ കിട്ടാൻ പാടാണ്. എങ്കിലും ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്, അവൾ പറഞ്ഞു. അത് നല്ലതാ. കോവിലൂർ ചെന്നപ്പോൾ മൂന്നാറിലുള്ള ബസ് സ്റ്റാൻഡിൽ പിടിച്ചിട്ടിരിക്കുന്നു. 4-5 പേർ മാത്രമേ കയറിയിട്ടുള്ളൂ. മൂന്നാറിൽ ചെന്നാൽ കോട്ടയം ബസ് കിട്ടും. അവിടെ നിന്ന് ചങ്ങനാശ്ശേരി വഴി ആലപ്പുഴയ്ക്ക് പോകാം നിനക്ക്, ബോബി പറഞ്ഞു. ശരി ബോബി ചായ, ഞാനെന്നാൽ കയറിയിരിക്കട്ടെ. എങ്കിൽ ജാസ്മിൻ പോയിട്ട് വാ. അവൾ ബസ്സിൽ കയറി ബാഗ് മുകളിലുള്ള ലഗേജ് ഡക്കിൽ വെച്ചു. എന്നിട്ട് സൈഡ് സീറ്റിലിരുന്നു. ബോബി അപ്പോഴും കാറിനടുത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് അയാളോട് വെറുപ്പ് തോന്നാത്തതെന്ന് അവൾ സ്വയം ചോദിച്ചു. ജെനി ചേച്ചിയുടെ ഭർത്താവായതുകൊണ്ടാവും, അല്ലെങ്കിൽ ഇപ്പോഴും സംശയത്തിൻ്റെ ആനുകൂല്യം അനുഭവിക്കുന്നത് കൊണ്ടുമാകാം. കണ്ടക്ടറും ഡ്രൈവറും ബസ്സിൽ കയറി. ഡബിൾ ബെല്ല് മുഴങ്ങി. വലത് കൈ ഉയർത്തി ബോബി വായുവിൽ വീശിക്കാട്ടി. ജാസ്മിൻ യാന്ത്രികമായി കൈ ഉയർത്തി. വണ്ടി കയറ്റമിറങ്ങി താഴേക്ക് പോയി. കോവിലൂരിന് വിട, വട്ടവടയ്ക്ക് വിട. അവളുടെ ഹൃദയത്തിലേക്ക് ഒരു നീറ്റൽ അരിച്ചിറങ്ങി വന്നു. ക്രിസ്റ്റി ഈ നാട്ടിലുള്ളിടത്തോളം കാലം ഇനി ഇങ്ങോട്ടേക്കില്ല. നേർത്ത മഞ്ഞ് അപ്പോഴും അന്തരീക്ഷത്തിലുണ്ടായിരുന്നു. പർവ്വതങ്ങൾ കാണാനില്ല. വൃക്ഷങ്ങളും മഞ്ഞിനുള്ളിലാണ്. അവൾ പുറത്തേക്ക് നോക്കി ഏകയായിരുന്നു. കണ്ടക്ടർ വന്നപ്പോൾ ടിക്കറ്റ് എടുത്തു. തണുപ്പ് കാരണം ഷാൾ വൃത്തിയായി പുതച്ചു. വട്ടവടയിലേക്ക് വരുമ്പോൾ ക്രിസ്റ്റിയുടെ ജീപ്പിൽ ആളറിയാതെ കയറിയതും പെരുമഴ പെയ്തതും ഇടിയും മിന്നലും വന്നതും ജീപ്പിലെ ഇരുട്ടിൽ അവൻ സംസാരിച്ച് പേടിപ്പിച്ചതും അവൾക്ക് ഓർമ്മ വന്നു. എല്ലാം ഉപേക്ഷിച്ച് പോവുകയാണ്. ബസ് മൂന്നാർ ടൗണിലെത്തി. അപ്പോഴേക്ക് പ്രകാശം പരന്നിരുന്നു. ടൗൺ ഉണർന്നു കഴിഞ്ഞിരുന്നു.
ബസ് സ്റ്റാൻഡിൽ ചെന്ന് വണ്ടി നിന്നു. അപ്പോഴാണ് ജാസ്മിൻ അത് കണ്ടത്. ബൈക്ക് അല്പം മാറ്റി നിർത്തിയിട്ട് ക്രിസ്റ്റി കാത്തി നിൽക്കുന്നു. അവളെ കണ്ടതും അവൻ്റെ മുഖം പെട്ടെന്ന് പ്രസന്നമായി. ആളുകളെല്ലാം ഇറങ്ങിക്കഴിഞ്ഞിട്ടും അവൾ ബസ്സിൽ തന്നെയിരുന്നു. ക്രിസ്റ്റി ബസ്സിലേക്ക് കയറി വന്നു. ഇറങ്ങുന്നില്ലേ? അവൻ അവളോട് ചോദിച്ചു. അവൾ മിണ്ടിയില്ല. ജാസ്മിൻ വാ. അവളുടെ ബാഗ് എടുത്തുകൊണ്ട് അവൻ ബസ്സിൽ നിന്നിറങ്ങി. വേറെ നിവൃത്തിയില്ലാതെ അവൾ ഇറങ്ങിച്ചെന്നു. ബാഗ് തരൂ, അവൾ ആവശ്യപ്പെട്ടു. തരാം. അതിനു മുമ്പ് എനിക്ക് ചിലത് സംസാരിക്കാനുണ്ട്, അവൻ പറഞ്ഞു. എനിക്കത് കേൾക്കണമെന്നില്ല, താല്പര്യരഹിതയായി അവൾ പറഞ്ഞു. കേട്ടേ പറ്റൂ. അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി. ശരി പറ. ഇവിടെ വെച്ച് പറ്റില്ല. ബൈക്കിൽ കയറ്. സ്വസ്ഥമായി എവിടെയെങ്കിലും ചെന്ന്. അവൻ ബൈക്ക് സ്റ്റാർട്ട് ചെയ്തു. കയറ്, അവൻ ആവശ്യപ്പെട്ടു. പാതി മനസ്സോടെ അവൾ ബൈക്കിൻ്റെ പിന്നിൽ കയറിയിരുന്നു. ടൗണിൽ നിന്ന് വിജനമായ ഒരു പ്രദേശത്തേക്ക് വണ്ടി ഓടി. ഇരുവശത്തും തേയിലത്തോട്ടങ്ങൾ. ഒരു മനുഷ്യജീവിയെപ്പോലും കാണാനില്ലാത്ത ഒരു സ്ഥലത്ത് ചെന്ന് ബൈക്ക് നിന്നു. അവൾ വണ്ടിയിൽ നിന്നിറങ്ങി. ക്രിസ്റ്റിക്ക് എന്താണ് സംസാരിക്കാനുള്ളത്? അവൾ ചോദിച്ചു. ജാസ്മിൻ ഇന്നലെ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം തരാൻ വേണ്ടിയാണ്. കൊച്ചുറാണിയുടെ കൊലപാതക കുറ്റം എന്തിനു വേണ്ടിയാണ് ഞാൻ ഏറ്റെടുത്തതെന്ന് നീ ചോദിച്ചില്ലേ? യെസ്. അവൾ തലകുലുക്കി. എൻ്റെ ബോബിച്ചായനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയായിരുന്നു ഞാൻ. അവൻ പെട്ടെന്ന് നിർത്തി. അതെനിക്കറിയാമായിരുന്നു. പക്ഷേ എന്തിനു വേണ്ടി ക്രിസ്റ്റി അത് ഏറ്റെടുത്തു? അച്ചാച്ചന് ബോബിച്ചായനെ വലിയ ഇഷ്ടമായിരുന്നു. ഒരു പക്ഷേ എന്നെയും മേഴ്സി ചേച്ചിയെയും സ്നേഹിച്ചതിലേറെ അച്ചാച്ചൻ ബോബിച്ചായനെയാണ് സ്നേഹിച്ചത്. അന്ന് നെല്ലിയാമ്പതിയിൽ നിന്ന് ഉപ്പാപ്പൻ രാഖി രാമാനൻ ഞങ്ങളെ രണ്ടുപേരെയും പുല്ലാട്ടിന് വണ്ടി കയറ്റി വിട്ടു. എന്നിട്ട് വിവരത്തിന് അച്ചാച്ചന് ഫോൺ ചെയ്തു. ഞങ്ങൾ വീട്ടിലെത്തും മുന്നേ ചെങ്ങന്നൂർ ചെന്ന് അച്ചാച്ചൻ ഈപ്പൻ വക്കീലിനെ കണ്ട് കാര്യം പറഞ്ഞു. ബോബിച്ചായൻ പിടിക്കപ്പെട്ടാൽ തൂക്കുകയർ തന്നെ കിട്ടുമെന്ന് വക്കീൽ ഉറപ്പിച്ചു പറഞ്ഞു. 21 വയസ്സ് കഴിഞ്ഞു. അന്ന് ബോബിച്ചായന് 10-18 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ എങ്കിൽ ജീവപര്യന്തത്തിൽ ഒതുങ്ങിയനെ എന്നും വക്കീൽ പറഞ്ഞു. നിരാശയോടെയാണ് അച്ചാച്ചൻ വീട്ടിൽ തിരിച്ചെത്തിയത്. വക്കീൽ അറിയിച്ച കാര്യം അച്ചാച്ചൻ അമ്മച്ചിയോട് പറയുന്നത് ഒളിഞ്ഞു നിന്ന് ഞാൻ കേട്ടു. കുറ്റം ഏറ്റെടുക്കാൻ അങ്ങനെയാണ് ഞാൻ തയ്യാറായത്. പക്ഷേ അച്ചാച്ചനും ബോബിച്ചായനും അതിനെന്നെ സമ്മതിച്ചില്ല. പോലീസിൽ ചെന്ന് കീഴടങ്ങാനായിരുന്നു ബോബിച്ചായൻ തീരുമാനിച്ചത്. എങ്കിലും എൻ്റെ പിടിവാശിയാണ് ജയിച്ചത്. ബോബിച്ചായൻ തൂക്കുകയറിൽ നിന്ന് രക്ഷപ്പെട്ട് ജീവപര്യന്തം കഴിഞ്ഞ് ഞാനും. ക്രിസ്റ്റി, വേദനയോടെ ജാസ്മിൻ വിളിച്ചു. നിന്നോട് ഇതെല്ലാം പറയാൻ എനിക്ക് മടിയൊന്നുമില്ലായിരുന്നു. പക്ഷെ നിൻ്റെ മനസ്സിൽ ഈ രഹസ്യം ഇരിക്കാതെ വന്നാൽ, ജെനി ചേച്ചി ഇത് വല്ലതും അറിഞ്ഞാൽ, പിന്നെ ബോബിച്ചായനെ പഴയതുപോലെ സ്നേഹിക്കാൻ ജെനി ചേച്ചിക്ക് കഴിയുമോ? അവരുടെ ജീവിതം തകരില്ലേ? ജെനി ചേച്ചി ഗർഭിണിയായിരിക്കുന്ന ഈ സമയത്ത് പുതിയ അറിവ് ചേച്ചിക്ക് താങ്ങാൻ കഴിഞ്ഞില്ലെങ്കിൽ മതി പറഞ്ഞത്. ജാസ്മിൻ പെട്ടെന്ന് അവൻ്റെ വായ് പൊത്തി. അവളുടെ 2 കണ്ണുകളും നിറഞ്ഞൊഴുകി. കരയരുത്, അവൻ പറഞ്ഞു. ഈ രഹസ്യം എൻ്റെ മനസ്സിൽ തന്നെ ഇരിക്കും. കാരണം ജെനി ചേച്ചിയുടെ കണ്ണീര് കാണാൻ എനിക്ക് പറ്റില്ല ക്രിസ്റ്റി. ക്രിസ്റ്റി അവളെ ചേർത്ത് പിടിച്ചു. അവൻ്റെ കവിളിനോട് അവളുടെ കവിൾ ചേർത്തു. അവളുടെ ചുണ്ടുകളോട് അവൻ്റെ ചുണ്ടുകൾ ചേർത്തു. എന്തിനാണ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ പ്രിൻസിപ്പൽ നിന്നെ കാണണമെന്ന് പറഞ്ഞതെന്നറിയാമോ? അവൻ ചോദിച്ചു. ഇല്ല, സ്കൂളിൽ ഒരു കൗൺസിലിംഗ് ടീച്ചറിൻ്റെ വേക്കൻസിയുണ്ട്. നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ അത് തരാൻ വേണ്ടിയാണ്. വേണം, എനിക്കത് വേണം. ജാസ്മിൻ അവനെ മുറുകെ പുണർന്നു. ആ ബന്ധനത്തിൻ്റെ സുഖത്തിൽ ക്രിസ്റ്റി കണ്ണുകൾ അടച്ചു നിന്നു. നോവൽ അവസാനിച്ചു.